വാസവൻ കേസ് പിൻവലിച്ച കാര്യം ശ്രീകാന്തിനെ പോലീസുകാരൻ വിളിച്ച് അറിയിക്കുന്നു. ശ്രീകാന്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അയാൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ മറ്റാരെങ്കിലും? അപ്പോൾ പോലീസുകാരൻ കൊടുക്കുന്ന മറുപടി, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഏതായാലും കേസ് പിൻവലിച്ചത് കൊണ്ട് ഇനി ആ രാജനെയും ജോസഫിനെയും പിടിച്ചു വയ്ക്കുന്നത് റിസ്ക്കാണ്. പുറത്താരെങ്കിലും അറിഞ്ഞാൽ എൻ്റെ തൊപ്പി പോകും. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണം. അങ്ങനെ പോലീസുകാരൻ ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ദീപ്തിയും വാസവനും സംസാരിക്കുന്നതാണ്. വാസവൻ പറയുന്നുണ്ട്, എൻ്റെ മകനെ കൊന്ന യഥാർത്ഥ കുറ്റവാളിയെ എനിക്ക് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ വരുണിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. ഈ സമയം ദീപ്തിയും ആകെ സങ്കടത്തിൽ വാസവൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, വിക്രം ചേട്ടനാണ് എന്ന എൻ്റെ സംശയം ഇപ്പോൾ മാറി. ആ സമയം വാസവൻ ചോദിക്കുകയാണ്, അങ്ങനെ പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് മോൾക്ക് അത്രയും ഉറപ്പ്? അച്ഛനിപ്പോൾ എന്നെപ്പോലെ തന്നെ വിക്രം ചേട്ടനല്ല ചെയ്തത് എന്ന സംശയം മാറിയില്ലേ? അതിന് കാരണം ആ പുളിക്കലിൻ്റെ മരണവും അനിയൻകുട്ടൻ്റെ മാറ്റവും അല്ലേ? അതേപോലെ തന്നെ ചില സംഭവങ്ങൾ ഞാൻ നേരിൽ കണ്ടു അച്ഛാ. പക്ഷേ എനിക്കിപ്പോൾ അച്ഛനോട് അതൊന്നും പറയാൻ സാധിക്കില്ല. സമയമാകുമ്പോൾ ഞാൻ തന്നെ എല്ലാം പറയാം. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയാണ്, ശ്രീകാന്ത് ഏട്ടനെ വിശ്വസിക്കരുത്. കാര്യം എൻ്റെ ചേട്ടനൊക്കെ തന്നെയാണ്. ഞാൻ തന്നെ ചേട്ടനെ പറ്റി മോശം പറയുന്നത് തെറ്റായ കാര്യമാണെന്ന് അറിയാം. പക്ഷേ അതാണ് സത്യം. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? അതാണ് സത്യം. ഇതൊരു സൂചനയായി അച്ഛൻ മനസ്സിലാക്കണം. എനിക്കിപ്പോൾ ഇത്ര മാത്രമേ പറയാനാകുള്ളൂ. ഇപ്പോഴും വരുണിൻ്റെ മരണത്തിൻ്റെ കാര്യത്തിൽ എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്നെനിക്ക് അറിയുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്കിപ്പോൾ ഉറപ്പായി, വിക്രം ചേട്ടനല്ല അത് ചെയ്തതെന്ന്. അങ്ങനെ ദീപ്തി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോവുകയാണ്. ശേഷം വാസവൻ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സങ്കടത്തിൽ. അങ്ങനെ ആലോചനയ്ക്ക് ശേഷം ശ്രീകാന്തിനെ ഒന്ന് ചെന്ന് കാണാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ കാറിൽ ഒറ്റയ്ക്ക് തന്നെ പോവാനായിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. ശ്രീകാന്തിൻ്റെ ഓഫീസിലെത്തുമ്പോൾ അവിടെ ഷോക്കായിട്ടൊരു കാര്യം വാസവൻ കാണുന്നു. എന്താണെന്ന് വെച്ചാൽ ജോണിയുടെ വണ്ടി അവിടെ കാണുകയാണ് വാസവൻ. അത് ജോണിയുടെ വണ്ടിയാണല്ലോ, അവനെന്താ ഇവിടെ കാര്യം? വാസവന് അങ്ങനെ ചില സംശയങ്ങൾ തോന്നുന്നു. അങ്ങനെ വാസവൻ വന്ന കാറ് പുറത്തേക്ക് തന്നെ നിർത്തിയതിന് ശേഷം, അതായത് ആരും തന്നെ കാണാത്ത രീതിക്ക് വേറൊരു സ്ഥലത്തായിരിക്കും പാർക്ക് ചെയ്യുന്നത്. ശേഷം ഗേറ്റ് തുറന്ന് ആരും കാണാത്ത വഴിയിലൂടെ ഓഫീസിലേക്ക് പോവുകയാണ് വാസവൻ. അങ്ങനെ അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിക്കുന്നത്? ജോണി ഇവരെ കാണാനായിരിക്കും വന്നത്, എന്തിനായിരിക്കും വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി പതുങ്ങിയായിരിക്കും പോകുന്നത്. അങ്ങനെ ശ്രീകാന്തിൻ്റെ ഓഫീസിൻ്റെ റൂമിലേക്ക് എത്തുന്നു. അവിടെ ജോണി ഉണ്ടാകും. ആ കാഴ്ച കണ്ട് വാസവൻ ഞെട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജോണി ഇങ്ങനെ സംസാരിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് തരാമെന്ന് പറഞ്ഞ ആ ഒരു കാശ് തരണം. പുളിക്കലിനെ നിങ്ങൾ കൊന്നു കളയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പുളിക്കല് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ വന്ന് എന്തെങ്കിലും സംസാരിച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും മാറ്റും എന്നൊക്കെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇങ്ങനെ കൊന്നു കളയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലാനും മടിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. എനിക്ക് പറഞ്ഞ കാശ് തന്ന് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ മതിയാകൂ എന്നായിരിക്കും പറയുന്നത്. ആ സമയം വാസവൻ മനസ്സിലാക്കുകയാണ്, ഇത്രയും നാൾ തൻ്റെ വിശ്വസ്തനായി കൂടെ നടന്നിട്ടുണ്ടായിരുന്ന ആ ജോണി തന്നെ ആയിരുന്നു ഒറ്റിക്കൊടുത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ശ്രീകാന്ത് തന്നെയാണ് എന്ന് ആ നിമിഷം തന്നെ വാസവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് വാസവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോണി അടുത്താണെങ്കിലും ശ്രീകാന്ത് പറയുന്നുണ്ട്, തനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് ഉറപ്പായിട്ടും തന്നിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പോൾ വാസവൻ കേസ് പിൻവലിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അയാളുടെ ഓരോ മൂവ്മെൻറ്റും ഞങ്ങൾക്കിനി അറിഞ്ഞേ സാധിക്കുള്ളൂ. അതിന് താൻ ഞങ്ങളുടെ കൂടെ നിന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ആ സമയം ജോണി പറയുകയാണ്, ഇനിയും എനിക്ക് വയ്യ ഒറ്റി കൊടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നില്ലേ, ഇനി എന്നെ വെറുതെ വിട്ടൂടെ? അപ്പോൾ ചന്ദ്രശേഖരൻ അവിടുന്ന് ഉറക്കെ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വിടുന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ടേ തന്നെ വിടുള്ളൂ. ഇല്ലെങ്കിൽ അറിയാലോ, വാസവൻ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തല പോകും, അത് ഓർത്തോ എന്നിങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനായിരിക്കും തുടങ്ങുന്നത്.
അപ്പോൾ ജോണി ആണെങ്കിലും പറയുന്നുണ്ട്, ശരി നിങ്ങൾക്കിനി എന്താണ് അറിയേണ്ടത്? ഇല്ല, ഞങ്ങൾക്ക് അത്ര കാര്യങ്ങളൊന്നും അറിയാനില്ല. ഇനി വാസവൻ്റെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയണം. വാസവനിപ്പോൾ കുറച്ച് സത്യങ്ങൾ എന്തൊക്കെയോ അറിഞ്ഞ പോലെയാണ് തോന്നുന്നത്. ആ കേസൊക്കെ പിൻവലിച്ച സ്ഥിതിക്ക് ഇനി എന്തായിരിക്കും മുൻപോട്ട് അയാൾ തീരുമാനിക്കുക എന്നൊക്കെ ഞങ്ങൾക്ക് അറിയണം എന്നുള്ള കാര്യമൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ വരുണ് സംഭവിച്ച പോലെയോ അല്ലെങ്കിൽ പുളിക്കലിന് സംഭവിച്ച പോലെയോ തന്നെയും ചിലപ്പോൾ കൊന്നൂന്നായിരിക്കും നാട്ടുകാരറിയാൻ പോകുന്നത്. ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാമെങ്കിൽ തൻ്റെ കാര്യം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനും ഞങ്ങൾക്കറിയാം എന്ന് ചന്ദ്രശേഖരനും കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് വാസവൻ ആ സത്യം മനസ്സിലാക്കുകയാണ്. തൻ്റെ മകനെ കൊന്ന കുറ്റവാളികൾ ആ രണ്ടെണ്ണമാണ് എന്നുള്ള കാര്യം. സത്യം അറിഞ്ഞതിന് ശേഷം ആ സമയം തന്നെ റിയാക്ട് ചെയ്യാനായിട്ട് വാസവൻ തീരുമാനിക്കുന്നില്ല. കാരണം ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയവർക്ക് എന്ത് ചെയ്യാൻ മടിയില്ല എന്ന് മനസ്സിലാക്കിയ വാസവൻ അവിടെ നിന്ന് തന്ത്രപൂർവ്വം മാറിയതിന് ശേഷം ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇനി ശ്രീകാന്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും കാര്യത്തിൽ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.